രാത്രി ലൈവില് സായിയും അഭിഷേകും അൻസിബയും കൂടി സംസാരിക്കുന്നുണ്ട്. അൻസിബയുടെ അടുത്താണ് സായി അവിടെ കാര്യം പറയുന്നത്. അഭിഷേകിന് 1-ാം സ്ഥാനം കിട്ടാൻ യോഗ്യതയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് അഭിഷേകിന് വേണ്ടി കൈ പൊക്കിയത് എന്ന് അൻസിബയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അൻസിബയും പറയുന്നുണ്ട്, അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാനും കൈ പൊക്കിയത്. അഭിഷേകിന് അതിനുള്ള യോഗ്യത ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അൻസിബ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് സായിയും അഭിഷേകും തമ്മിൽ പിന്നീട് സംസാരിക്കുന്നുണ്ട്. അവിടെ സംസാരിക്കുന്നത് ജാസ്മിനെ കുറിച്ചാണ്. അവിടെ ജാസ്മിനെ കുറിച്ച് സംസാരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്, ജാസ്മിൻ 1-ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കണമെന്നായിരുന്നു അവിടെ സായി പറയുന്നത്. അവിടെ 1-ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കാനുള്ള യോഗ്യത അവിടെ ജാസ്മിൻ ഉണ്ടായിരുന്നു. അവൾ അത്രയും നല്ലൊരു മത്സരാർത്ഥിയാണ്, ഞാൻ ടോപ്പ് 5-ൽ പ്രതീക്ഷിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നാണ് സായി അവിടെ പറയുന്നത്. അതിനുള്ള യോഗ്യത അവൾക്കുണ്ട്, എന്തായാലും അവൾ ടോപ്പ് 5-ൽ വരും എന്നുള്ള കാര്യം എനിക്ക് ഷുവറാണ്. അതുകൊണ്ട് തന്നെ അവൾ 1-ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ അവൾ 1-ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കാതെ 5-ാം സ്ഥാനത്ത് വന്നെന്ന് മത്സരിച്ചു. അതുകൊണ്ടാണ് 5-ാം സ്ഥാനത്തേക്ക് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്നാണ് സായി അവിടെ അഭിഷേകിന്റെ അടുത്ത് പറയുന്നത്. അവിടെ പോരായ്മകളുണ്ട്, ആ പോരായ്മകൾ നികത്തി ഞാൻ മുന്നിലേക്ക് വരുമെന്നൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ടോപ്പ് 5-ൽ ഉള്ള ലിസ്റ്റിലുള്ള ആളുകളിൽ പെട്ടതാണ് അവിടെ ജാസ്മിൻ എന്ന് പറയുന്നുണ്ട്. ജിൻഡോയും ജാസ്മിനും ഋഷിയും 3 പേരും ടോപ്പ് 5-ൽ വരുമെന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്ന മത്സരാർത്ഥികളാണ്. ബാക്കി 2 പേർ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് കൺഫ്യൂഷനുള്ളൂ. ബാക്കി ഇവർ 3 പേരും ടോപ്പ് 5-ൽ എത്തുമെന്ന് ഞാൻ കൺഫേം ആയിട്ട് വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ 1-ാം സ്ഥാനത്തിന് പോയി മത്സരിക്കാതെ അവിടെ ബാക്കിലേക്ക് പോയി നിന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് 5-ാം സ്ഥാനത്തിന് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാഞ്ഞത് എന്നാണ് സായി അവിടെ ഇരുന്ന് അഭിഷേകിന്റെ അടുത്ത് പറയുന്നത്.